PV അൻവർ MLA വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അത് പാർട്ടിയും CPM ഒക്കെ തള്ളിപ്പറയുമ്പോഴും കണ്ണൂരിലെ പ്രബലനായ ഒരു CPM നേതാവ് തനിക്കൊപ്പം ഉണ്ട് എന്നായിരുന്നു PV അൻവറിന്റെ വെളിപ്പെടുത്തൽ. തന്നെ പിന്തുണയ്ക്കുന്ന നേതാവ് പാർട്ടിയിൽ സ്ഥാനങ്ങൾ വഹിക്കുന്ന ആളാണ് എന്നുകൂടി PV അൻവർ അവകാശവാദം ഉന്നയിച്ചു. കണ്ണൂരിൽ നിന്നുള്ള ഏറ്റവും വലിയ പ്രബലനായ ഒരു നേതാവ് ഈ വിഷയത്തിൽ എന്നോടൊപ്പമാണ്. അവർ ചർച്ച ചെയ്യുന്നുണ്ട്. പ്രബലനായ നേതാവ് CPM ആണോ? CPM ലീഡർ. താങ്കളുടെ യോജിച്ച പാർട്ടിയുടെ പ്രവർത്തനമായിട്ട് അല്ല, ഇതൊരു പാർട്ടി സംവിധാനമായി പോവുകയാണെങ്കിൽ സഖാക്കൾ അതിനനുസരിച്ച് പ്രതികരിച്ചാൽ സഖാക്കളെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും സ്നേഹിക്കുന്ന ഒരുപാട് ലീഡേഴ്സ് ചെറുതും വലുതുമായവർ ഈ എന്താ പറയുക, ഇതിപ്പോൾ ഒരു ട്രെയിനിൻ്റെ എഞ്ചിനാണ് ഞായറാഴ്ച പ്രഖ്യാപിക്കപ്പെടുന്നത്. നിയമസഭയിൽ പ്രതിപക്ഷത്തോടൊപ്പം ഇരിക്കാൻ തയ്യാറല്ല എന്നും സ്വതന്ത്ര ബ്ലോക്കായി ഇരുത്തണമെന്നുമാണ് PV അൻവറിന്റെ ആവശ്യം. CPM ഭരണപക്ഷത്ത് നിന്ന് എന്താ പറയുക പ്രതിപക്ഷത്തേക്ക് എന്നെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം അവർക്ക് തന്നെയാണ്. ഞാൻ ആദ്യം പറഞ്ഞാൽ ഞാനതിൻ്റെ മധ്യസ്ഥ നിലപാടായിരിക്കും, മധ്യസ്ഥ സീറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ പ്രതിപക്ഷമാക്കാനുള്ള വലിയ വ്യഗ്രത പാർലമെൻ്ററി പാർട്ടിക്ക് CPM-നുണ്ടെങ്കിൽ നോക്കാം നമുക്ക്. അല്ല, ഞാൻ പ്രതിപക്ഷത്തിൻ്റെ കൂടെ ഇരിക്കാൻ ഞാൻ എന്തായാലും തയ്യാറാവില്ല. ഞാൻ പ്രതിപക്ഷത്തിൻ്റെ ഭാഗമല്ലല്ലോ. എന്നെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇൻഡിപെൻഡൻ്റായിട്ട് എന്നെ ഒരു ബ്ലോക്കാക്കി അവർ അനുവദിക്കേണ്ടത് നിയമപരമായിട്ട് ചെയ്യേണ്ടി വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഒന്ന് അന്വേഷിക്കട്ടെ ഇതുമായി ബന്ധപ്പെട്ടവരോട്. രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ പുറത്തുവിട്ടെന്ന പരാതിയിൽ അൻവറിനെതിരെ വീണ്ടും കേസെടുത്തു. മഞ്ചേരി പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. അഷ്കർ അലി കരിമ്പ ചേരുന്നു. അഷ്കർ, വീണ്ടും കേസെടുത്ത അൻവറിനെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കുകയാണ് സർക്കാരും പോലീസും. പക്ഷേ പ്രബലനായ ഒരു CPM നേതാവിന്റെ പിന്തുണ പോലും തനിക്കുണ്ട് എന്നാണ് അൻവർ ഉന്നയിക്കുന്ന അവകാശവാദം. സ്വാഭാവികമായും അത് ഏത് നേതാവാണെന്ന ചോദ്യമാണ് ഉയരുക. P ജയരാജൻ അല്ല എന്ന് P ജയരാജനും ഒപ്പം PV അൻവറും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ആരാണ് ആ നേതാവ് എന്നതാണ് ചോദ്യം. ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി അല്പസമയത്തിനകം വാർത്താ സമ്മേളനം നടത്താനിരിക്കെയാണ് ഇത്തരത്തിൽ PV അൻവറിന്റെ പുതിയ വെളിപ്പെടുത്തലുകൾ എന്നതും ശ്രദ്ധേയമാണ്. വിനിത, തനിക്കൊപ്പം നിലവിലെ MLA-മാരും മുൻ MLA-മാരും അടക്കം വലിയൊരു വിഭാഗം തന്നെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നാണ് PV അൻവറിൻ്റെ അവകാശവാദം. അതിനോടൊപ്പം തന്നെ PV അൻവർ മുന്നോട്ട് വെച്ചിരുന്ന വലിയൊരു വെളിപ്പെടുത്തലായിരുന്നു കണ്ണൂരിലൊരു പ്രബലനായ നേതാവ് കൂടി തൻ്റെ കൂടെ ഉണ്ട്, തനിക്കൊപ്പമുണ്ട്, തന്നെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ PV അൻവർ നടത്തിയത്. അപ്പോൾ തന്നെ അത് ആരാണ് എന്നുള്ള ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു. പക്ഷേ അത് വ്യക്തമാക്കാൻ PV അൻവർ തയ്യാറായില്ല. പിന്നീട് P ജയരാജനാണോ എന്ന ചോദ്യത്തിന് P ജയരാജനല്ല എന്ന് കൃത്യമായി PV അൻവർ നിഷേധിക്കുകയും ചെയ്തു. തുടർന്ന് നമ്മൾ EP ജയരാജനാണോ പ്രബലനായ നേതാവ് എന്ന് നമ്മൾ ചോദ്യം ആവർത്തിച്ചു. അപ്പോൾ PV അൻവർ പറഞ്ഞ മറുപടി പാർട്ടിയുമായി അകന്ന് നിൽക്കാതെ പാർട്ടിയുമായി സജീവമായി നിൽക്കുന്ന ആൾ തന്നെയാണ് EP ജയരാജൻ. ജയരാജന്മാരല്ലാതെ വേറെ പലരും കണ്ണൂരിലുണ്ടല്ലോ എന്നുള്ളതായിരുന്നു PV അൻവർ മറുപടി. അങ്ങനെ കൃത്യമായൊരു ഏതാളാണ് അല്ലെങ്കിൽ ഏത് നേതാവാണ് തന്നെ പിന്തുണയ്ക്കുന്നതെന്ന് വ്യക്തമാക്കാൻ തയ്യാറായില്ലെങ്കിൽ പോലും അത്തരമൊരു സ്വാധീന ശക്തി കണ്ണൂരിൽ തൻ്റെ ഒപ്പമുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ PV അൻവർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല സംസ്ഥാനത്തെ പല മുന്നണികളിൽപ്പെട്ട MLA-മാരടക്കമുള്ളവർ തൻ്റെ കൂടെ ഉണ്ടെന്നും പാർട്ടി രൂപീകരിച്ച് അതിനുശേഷം ട്രെയിനിൻ്റെ എഞ്ചിന് ശേഷം ബോഗികൾ ചേരുന്നത് പോലെ അവരൊക്കെ തന്നെ ഈ പാർട്ടിക്ക് ഒപ്പം ഉണ്ടാകുമെന്നും PV അൻവർ ഇന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്തായാലും രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം നടത്തി PV അൻവർ മുന്നോട്ട് പോകുന്ന അതേ സാഹചര്യത്തിൽ തന്നെ സംസ്ഥാന സർക്കാരും ഇല്ലെങ്കിൽ പാർട്ടിയുമൊക്കെ തന്നെ അൻവറിനെതിരെയുള്ള നടപടികളും ആരംഭിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. PV അൻവറിനെതിരെ ഇപ്പോൾ മഞ്ചേരി പോലീസാണ് ഇപ്പോൾ വീണ്ടും ഒരു കേസ് കൂടി എടുത്തിരിക്കുന്നത്. കേസിൻ്റെ സ്വഭാവം തന്നെ ഏറെ പ്രത്യേകതയുള്ളതാണ്. കാരണം സംസ്ഥാന പോലീസിൻ്റെ ഭാഗമായിട്ടുള്ള സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിൻ്റെ പോലീസ് സൂപ്രണ്ടാണ് PV അൻവർ MLA-ക്കെതിരെ ഇപ്പോൾ മഞ്ചേരി പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. അതും കഴിഞ്ഞ മാസം 9-ാം തീയതി മഞ്ചേരിയിൽ PV അൻവർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. അത് പോലീസിൻ്റെ രഹസ്യ സ്വഭാവത്തിന് വിപരീതമായ പ്രവൃത്തിയാണ്, പോലീസിൻ്റെ രഹസ്യങ്ങൾ പുറത്തുവിടുന്നതിന് സമാനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇന്നലെ പരാതി നൽകുകയും 9-ാം തീയതി നടത്തിയ വാർത്താ സമ്മേളനത്തിന് പകരം ചൂണ്ടിക്കാട്ടി ഇന്നലെ പരാതി നൽകുകയും ഇന്നലെ രാത്രിയോടെ അതിൽ പോലീസ് FIR ഇടുകയും ചെയ്തിരിക്കുന്നതും പോലീസിൻ്റെ സീക്രട്ട് ആക്ട് പ്രകാരം അതുപോലെ തന്നെ IT ആക്ട് പ്രകാരമൊക്കെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് PV അൻവർ MLA-ക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. കൃത്യമായി MLA-ക്കെതിരെയുള്ള സർക്കാർ ഒരു നീക്കമായി തന്നെ ആ കേസിനെ വിലയിരുത്തേണ്ടി വരും. മാത്രമല്ല പാർട്ടി പ്രഖ്യാപനം 6-ാം തീയതി നടത്താൻ പോവുകയാണ്. ഞായറാഴ്ച അത് ജില്ലയിൽ 1 ലക്ഷം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെ ആ പരിപാടി നടത്തുമെന്നാണ് ഇപ്പോൾ PV അൻവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സമാനമായി തന്നെ അൻവർ ഇത്തരത്തിൽ വലിയ പിന്തുണ അവകാശപ്പെടുമ്പോൾ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ഇപ്പോൾ DYFI നേതാക്കൾ അടക്കമുള്ളവർ രംഗത്തെത്തിക്കഴിയുകയും ചെയ്തു. ശരി, അഷ്കർ അലി കരിമ്പയാണ് വിവരങ്ങൾ നൽകിയത്.